പ്രിയരെ, ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും നമ്മിലേവരിലും വർഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏതായാലും വളരെ മനോഹരമായ പ്രവാചകനെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ അനുഭവ പരിസരത്തു നിന്ന് നമ്മളോട് സംസാരിച്ച ഒരുപാട് ആളുകളുടെ സംസാരം കൃത്യമായി കേട്ടു. ഏതായാലും ഒരു പിരിയാനുള്ള ഒരു മൂഡിലാണ് നമ്മളുള്ളത്. സമാപനാണ്. പക്ഷെ ഞാൻ വിചാരിക്കുന്നു ഒരു ശനിയാഴ്ച ഒരു 2 മണി മുതൽ വൈകുന്നേരം വരെ നമ്മളിരുന്ന ഈ ഇരുത്തം വെറുതെ ആവില്ല എന്നതാണ് സമാപനത്തോടനുബന്ധിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ആദ്യത്തെ വർത്തമാനം. കേൾക്കുവാനും പറയുവാനുമുള്ള സംവദിക്കുവാനുമുള്ള ഒരു ഇരുത്തവും എന്തല്ല, അത് വെറുതെ അല്ല. ഇവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ എനിക്കെന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്കൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ കുറച്ച് നാളുകൾ കഴിഞ്ഞ് നിങ്ങളോട് തന്നെ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയും ചിലതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന്. എനിക്ക് തോന്നുന്നു ട്രാൻസ്ജെൻഡർ വിഷയവുമായി ഹോമോസെക്ഷാലിറ്റിയുമായി ബന്ധപ്പെട്ട് അത് വെച്ച് തന്നെ തുടങ്ങാൻ തോന്നുന്നു. വളരെ കുറച്ച് കാര്യം മാത്രമേ ഞാൻ സമാപനത്തിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ബിഗ് ബോസ് കാണുന്ന ആളുകൾക്കൊക്കെയും നെഞ്ചേറ്റുന്ന 2 ആളുകളാണ് നേരത്തെ പറഞ്ഞ ആ 2 പെൺകുട്ടികൾ, അല്ലേ? യഥാർത്ഥത്തിൽ ഇസ്ലാം നിഷിദ്ധമെന്ന് പറയുന്ന, ഒരു സമൂഹം നശിക്കാൻ കാരണമെന്ന് പറയുന്ന ഒന്നിൻ്റെ പേര് കൂടിയാണ് സ്വവർഗ ലൈംഗികത അഥവാ ഹോമോസെക്ഷാലിറ്റി. ആണിനെയോ പെണ്ണിനെയോ വിവാഹം കഴിക്കരുത് എന്ന് ഇസ്ലാം വളരെ കൃത്യമായിട്ട് പറയുന്നു. ഇത് ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് പറയുമ്പോൾ ഇന്ന് നീതിയെക്കുറിച്ച് വർത്തമാനം പറയുന്ന എല്ലാവർക്കും സംശയം തോന്നും, അവരോട് നമ്മൾ കാണിക്കുന്നത് നീതിയാണോ, അവരെയും കൂടി അംഗീകരിക്കുമ്പോഴല്ലേ നീതിയാവോ എന്ന്. ഈ അടുത്ത് മരിച്ച ഡോക്ടർ ഷെർലി വാസു, നിങ്ങൾ ഗോവിന്ദച്ചാമി എങ്ങനെയാണ് ജയിൽ ചാടിയെന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ കേട്ട സമയത്താണ് സൗമ്യയെക്കുറിച്ച് നമ്മൾ വീണ്ടും ചർച്ച ചെയ്തത്, അല്ലേ? ആരാണ് സൗമ്യ എന്ന് ചോദിച്ചാൽ, സൗമ്യയുടെ വീട്ടിൽ അവരുടെ അമ്മയെയും അച്ഛനെയും കാണാൻ പോയ സമയത്ത് സൗമ്യൻ്റെ അമ്മൻ്റെ മുഖത്ത് വല്ലാത്തൊരു സങ്കടം കണ്ടു. കാരണമുണ്ട്. 2 ദിവസം കഴിഞ്ഞാൽ സൗമ്യയുടെ കല്യാണമാണ്. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും മാത്രമുള്ള ആ വീട്ടിൽ പന്തൽ പണിയുടെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. തൻ്റെ പൊന്നുമകൾ വിവാഹ പന്തലിലേക്ക് കയറുന്നതും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ഫാമിലിയിലേക്കാണ് ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ഒറ്റക്കയ്യനായ ഒരു ക്രൂരനായ ഒരു മനുഷ്യൻ എന്ത് ചെയ്തു, ഒരു പെൺകുട്ടിയെ പാളത്തിലേക്ക് വലിച്ചെറിഞ്ഞത്, അല്ലേ? ആ ഗോവിന്ദച്ചാമിയെ ഇരുമ്പഴിക്കുള്ളിലാക്കണമെന്ന് ദൃഢപ്രതിജ്ഞയെടുത്ത ഒരു സ്ത്രീയായിരുന്നു ഡോക്ടർ ഷെർലി വാസു. ആ സമയത്ത് തൃശ്ശൂർ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് മേധാവിയായിരുന്ന തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അന്ന സമയത്ത് അവർ പറഞ്ഞൊരു വർത്തമാനം ഉണ്ടായിരുന്നു. ഈ അടുത്തവരെ കാണാൻ പോയപ്പോൾ അവർ പറഞ്ഞൊരു വർത്തമാനമുണ്ടായിരുന്നു. ട്രാൻസ്ജെൻഡറുമായി ബന്ധപ്പെട്ടും ഹോമോസെക്ഷാലിറ്റിയുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ആരെങ്കിലും സംസാരിച്ചാൽ ഇപ്പോൾ നമ്മൾ പ്രതിക്കൂട്ടിലാണ്. അവരുടെ മനുഷ്യാവകാശത്തെക്കുറിച്ച് നിങ്ങൾ പറയൂ, അവരോടൊപ്പം നിൽക്കൂ എന്നതാണ് പറയുന്നത്. പക്ഷേ പോസ്റ്റ്മോർട്ടം ടേബിളിൽ പല ബോഡികളെയും കണ്ട എനിക്ക് പറയാൻ സാധിക്കുക, മുമ്പ് ഞങ്ങളുടെ മുമ്പിൽ എനിക്ക് കാണാവണമെന്ന് പറഞ്ഞൊരു പെൺകുട്ടി വന്നാൽ അവർ കൗൺസിലിംഗ് കൊടുത്തിരുന്നു. അതായിരുന്നു അവരോട് ചെയ്യുവാനുള്ള നീതി. പക്ഷേ ഇന്ന് അങ്ങനെ ഒരു കൗൺസിലിങ്ങിന് പോലും സ്കോപ്പില്ലാത്ത വിധം ഞങ്ങൾ അതിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അത് പറയും ബ്രെയിൻ വാഷാണെന്ന് പറയും, അവർ കല്യാണം കഴിച്ചോട്ടെ എന്ന് പറയും. എന്നിട്ട് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് പറഞ്ഞ് ഞാൻ പ്രവാചകനിലേക്ക് കടക്കാൻ തോന്നുന്നു. അവർ പറഞ്ഞൊരു കാര്യം, ഈ അടുത്ത് മരിച്ച, ഞാൻ ആളുടെ പേര് പറയുന്നില്ല, സിനിമകളിലൊക്കെ അഭിനയിച്ച കുറച്ച് ഫേമസ് ആയ ഒരു ട്രാൻസ്ജെൻഡർ ഉണ്ടായിരുന്നു. അവർ ആത്മഹത്യ ചെയ്തു. എന്നിട്ട് പറഞ്ഞാൽ ആ പെൺകുട്ടിയെ പോസ്റ്റ്മോർട്ടം ചെയ്തത് ഞാനാണ്. എന്നിട്ട് അവർ പറയും, നിങ്ങൾക്കാർക്കും അറിയാത്തത് ആ പോസ്റ്റ്മോർട്ടം ടേബിളിൽ ഞാൻ കണ്ടു. നല്ല പഠിക്കാൻ മിടുക്കിയായ നല്ല ജോലിയൊക്കെ കിട്ടിയ ആ പെണ്ണ് ആണായിരുന്നു, പിന്നെ പെണ്ണായതാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ശരീരത്തിൻ്റെ അധിക ബോഡി പാർട്സും മുറിച്ചിട്ടാണല്ലോ ഒരു ശസ്ത്രക്രിയക്ക്, അഥവാ വേദന അങ്ങേയറ്റമുള്ള സാമ്പത്തിക ചെലവുള്ള ഒരു ശസ്ത്രക്രിയക്കാണ് അവർ വിധേയമായത്. പക്ഷെ അതിനുശേഷം സ്വാഭാവികമായും അവർ അറിയാതെ അവരിൽ നിന്നും എന്ത് ചെയ്തു, മലമൂത്രം ഇങ്ങനെ പോവാൻ തുടങ്ങി ആ ശസ്ത്രക്രിയയുടെ ഭാഗമായിട്ട്. അങ്ങനെ മനന്നൊന്നാണ്, തൊഴിലെടുക്കാൻ പറ്റുന്നില്ല, ആൾക്കൂട്ടത്തിനിടയിൽ പോകാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് അവരെന്ത് ചെയ്തത്, ആത്മഹത്യ ചെയ്തത്. അത് പറഞ്ഞിട്ട് അവർ നിർത്തിയത് ഇതാണ്, അവരോട് കാണിക്കേണ്ടുന്ന നീതി എന്താണെന്നതിനെക്കുറിച്ച് നമ്മൾ ഒന്നുകൂടി എന്ത് ചെയ്യണം, ആലോചിക്കണം.
ഒരു പെണ്ണിനെയും ആണിനെയും കുറിച്ച്, അവരുടെ ലൈഫിനെ കുറിച്ച് ഒറ്റയടിക്ക് സപ്പോർട്ട് ചെയ്യുന്നതിനപ്പുറം ഇത് തന്നെയാണോ അവരോട് കാണിക്കേണ്ടുന്ന നീതി എന്നതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ചിന്തിക്കണം. അപ്പം നീതിയെക്കുറിച്ച്, ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച്, അവകാശത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത നീതിയെക്കുറിച്ചാണ്. നേരത്തെ ഇവിടെ ആളുകൾ സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്ത ആശയങ്ങളാവട്ടെ, വ്യത്യസ്ത മതത്തിൽ വിശ്വസിക്കുന്നതാവട്ടെ, ആദർശത്തിൽ വിശ്വസിക്കുന്ന ആരായിരുന്നാലും ശരി, പഠിക്കേണ്ടുന്നതാണ് പ്രവാചകൻ്റെ നീതിയെക്കുറിച്ചുള്ള വർത്തമാനം. അതിന് നമുക്ക് ചിലപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നും. എത്ര മൈന്യൂട്ടായിട്ടുള്ള, നമ്മൾ വിചാരിക്കുമല്ലോ എത്ര കുഞ്ഞു കാര്യമാണിതെന്ന്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ സമാപനം ഞാൻ നിർത്താണ്. അതിൽ വളരെ പ്രധാനമായിട്ടെന്ന് തോന്നുന്നത്, നേരത്തെ ഇവിടെ ജെൻഡറിനെ കുറിച്ച് പറഞ്ഞു അല്ലേ, പെണ്ണിൻ്റെ അവകാശം, ആണിൻ്റെ അവകാശം ഒക്കെ സംസാരിക്കേണ്ടത് തന്നെയാണത്. കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, പുറമേ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിക്കുന്നവർ ചിലപ്പോൾ അകത്ത് ചെന്നാൽ പെണ്ണിൻ്റെ കരണത്തടിക്കുന്ന ചില സ്ത്രീ ശാക്തീകരണവാദികൾ നമ്മൾ കാണാറുണ്ട്. പുറമെ ഭയങ്കര സ്ത്രീ ശാക്തീകരണവാദിയായിരിക്കും മനുഷ്യൻ. ഒരു കുഞ്ഞു കഥയുണ്ട്, മിനിക്കഥയുണ്ടായിരുന്നു. മഴ പെയ്യുന്നുണ്ട് മുറ്റത്ത്, അടുക്കളയിൽ അമ്മ ദോശ ചുടുന്നുണ്ട്. മഴ തിമിർത്ത് പെയ്യാൻ തുടങ്ങിയപ്പോൾ അമ്മ പുറത്തേക്ക് ഓടി വന്നു. അയൽ ഉണക്കാൻ വിരിച്ചിട്ട തുണിയുണ്ട്, അതെടുക്കാനാണ് ഓടി വന്നത്. മുറ്റത്ത് വരാന്തയിൽ അച്ഛൻ ചാരുകസേരയിൽ പത്രം വായിച്ചിരിക്കുന്നു. അയലിലുള്ള തുണിയിൽ അച്ഛൻ്റെയും കുപ്പായങ്ങളുണ്ടായിരുന്നു. ഇതാണ് കഥ. അതിലെല്ലാം ഉണ്ട് അല്ലേ? ഒരു പെണ്ണെന്ത് ചെയ്യുന്നു, ആണെന്ത് ചെയ്യുന്നു, അവിടെ എവിടെയാണ് നീതി? മഹാനായ പ്രവാചകനെക്കുറിച്ച് ആയിഷ ബിബി പറയുന്ന മനോഹരമായൊരു ചരിത്രമുണ്ട്, ഒരു സംഭവമുണ്ട്. ഞാനിങ്ങനെ ചില സമയത്ത് ഇങ്ങനെ മാവ് കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ മാവിൻ്റെ പാത്രത്തിൽ കൈവച്ച നിലയിൽ ഞാൻ ചിലപ്പോൾ ഉറങ്ങി പോവാറുണ്ട്. എൻ്റെ പ്രവാചകൻ വീട്ടിലേക്ക് കടന്നു വരുമ്പോഴേ ഇങ്ങനെ ഉറങ്ങുന്ന എന്നെയാണ് കണ്ടതെങ്കിൽ ആ മാവിൽ നിന്നും എൻ്റെ കൈ മെല്ലെ പുറത്തു വെച്ച് എന്നെ ഒരിടത്തേക്ക് ചേർത്ത് കിടത്തി ഞാൻ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും എനിക്ക് വേണ്ടി റൊട്ടി പാകം ചെയ്യുന്ന പ്രവാചകനെ ഞാൻ കാണാറുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുക, ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഇണ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയുക, അത് മഹാനായ പ്രവാചകനെ പോലെ ഒരു ഇണ എന്നതാണ്. അപ്പം എങ്ങനെയാണ് പ്രവാചകൻ തെറ്റിദ്ധരിക്കപ്പെട്ടത്? ഇവിടെ നേരത്തെ പറഞ്ഞു അല്ലേ, പഠിക്കേണ്ട വിധത്തിൽ പഠിക്കാത്തതിൻ്റെ പേരിൽ പ്രവാചകനെ പലപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട്? തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. ഒരിക്കൽ പ്രവാചകൻ ഒരു കുടുംബത്തിൽ പോയപ്പം പറയുന്നുണ്ട്, അവിടുത്തെ സ്ത്രീ, പ്രവാചകന് വേണ്ടി ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീ, നമ്മൾ കുട്ടികളെ ഉള്ളിലേക്ക് വിളിക്കുമല്ലോ, ബഹളം ഉണ്ടാക്കുന്ന ചോദിച്ചിട്ട്, മോനെ വാ മിഠായി തരാമെന്ന് പറഞ്ഞിട്ട്, അവനെന്തെങ്കിലും കളിച്ചു വിട്ടുമെന്ന് പേടിച്ചിട്ട്. അങ്ങനെ ഈ സ്ത്രീ മകനെ വിളിക്കുന്നുണ്ട്, വാ നിനക്ക് കാരക്ക തരാം. അപ്പോൾ പ്രവാചകൻ എന്നിട്ട് കേൾക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ സ്ത്രീയോട്, സ്വഹാബി വനിതയോട് പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, കാരക്ക കൊടുക്കാൻ വേണ്ടി തന്നെയാണോ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ വിളിച്ചത്? അതേ പ്രവാചകനെ എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറയുന്നുണ്ട്, അല്ല എങ്കിൽ നിങ്ങൾ ആ കുട്ടിയോട് കളവ് ചെയ്തിരിക്കുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ഇല്ലേ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ജെൻഡറിനെ കുറിച്ച് പറയുമ്പോഴേ ശബ്ദമില്ലാത്തവരുടെ ശബ്ദത്തിന് വേണ്ടി കൂടിയാണ് പ്രവാചകൻ. അതാണ് നീതി. സൂറത്ത് ബഖറയിലെ 228 ആ സൂക്തത്തിൽ 228 ആയത്തിൽ ഒരു ടീമിനെ കുറിച്ച് പറയുന്നുണ്ട്. അതാണും അല്ല പെണ്ണും അല്ല, ആരാന്നറിയാത്ത ഗർഭപാത്രത്തിലിരിക്കുന്ന കുഞ്ഞിൻ്റെ റൈറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ വളരെ കുറച്ച് കാര്യമേ പറയുന്നില്ല, അത് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ അള്ളാഹു പറയുന്നത്, നിങ്ങൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ വിവാഹമോചനം ചെയ്തു, നിങ്ങൾ വിവാഹമോചനം ചെയ്തു, നിങ്ങൾ ഇദ്ദയിലാണ്. ഇദ്ദാന്ന് അറിയാമല്ലോ, ഇങ്ങനെ കുറച്ച് നാൾ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ആ സമയത്താണ് നിങ്ങൾ അറിയുന്നത് നിങ്ങൾ പ്രഗ്നൻ്റ് ആണ് എന്ന്. എങ്കിൽ നിങ്ങൾ ആ സമയത്ത് പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യരുത്? മറച്ചു വെക്കരുത്. ആരോടാ പറയുന്നത്? ചിലപ്പോൾ നമ്മൾ തോന്നും, അങ്ങനെ ഓൻ എൻ്റെ കുട്ടിയെ കൊണ്ടോണ്ട അല്ലേ, ഗർഭിണിയാണെന്ന് അറിഞ്ഞാലല്ലേ, പെണ്ണ് പറഞ്ഞാൽ മാത്രം അറിയുന്നതാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ളത്. അങ്ങനെ അറിയണ്ട. പക്ഷേ അവിടെ കൃത്യമായിട്ട് റബ്ബ് ഇടപെടുന്നു, പറ്റൂല, അതാ കുഞ്ഞിൻ്റെ അവകാശമാണ്. തൻ്റെ പിതാവ് ആരെന്നറിയാനുള്ള അവകാശം കുഞ്ഞിനുണ്ട്. ഞാൻ ആരിലേക്ക് ചേർക്കപ്പെടണമെന്നറിയാനുള്ള അവകാശവും കുഞ്ഞിനുണ്ട്. അതുകൊണ്ട് കുഞ്ഞിൻ്റെ റൈറ്റാണ്. ജനിച്ചോ ഇല്ല, പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ, അവന് ശബ്ദമില്ല. പക്ഷേ ആ കുഞ്ഞിൻ്റെ നീതിയെക്കുറിച്ചുകൂടി വർത്തമാനം പറയാൻ പഠിപ്പിച്ച ഒരു നവോത്ഥാന നായകനെക്കുറിച്ചാണ് നമ്മൾ മുഹമ്മദ് നബി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഒരു മൃഗത്തിനെക്കുറിച്ച് പറയുന്നുണ്ട്,
പ്രവാചകൻ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു മൃഗം ഇങ്ങനെ വല്ലാണ്ട് ഒട്ടകം പൂഞ്ഞൊക്കെ ഇങ്ങനെ ചതഞ്ഞു ഇങ്ങനെ അമർന്നു പോയിട്ടുണ്ട്. ഭാര്യയെല്ലാം പുറത്ത് കാണുന്ന പോലെ പ്രവാചകന് തോന്നിയിട്ടുണ്ട്. പ്രവാചകൻ എന്നിട്ട് അതിൻ്റെ വയറിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പ്രവാചകന് തോന്നുകയാണ് ഒട്ടകം കരയുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ട്. ഉടനെ ചോദിക്കുന്നുണ്ട്, ആരുടേതാണ് ഈ ഒട്ടകം? ഒരു സഹാബി വന്നുകൊണ്ട്, എൻ്റേതാണ് പ്രവാചകരെ. എങ്കിൽ നീ നിൻ്റെ റബ്ബിനോട് ഈ ഒട്ടകത്തിൻ്റെ വിഷയത്തിൽ മറുപടി പറയുന്നതിനെക്കുറിച്ച് നീ എന്ത് ചെയ്യണം? ചിന്തിക്കണം കേട്ടോ എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് നിസ്സാരമല്ല. ഒരു കുഞ്ഞു ജീവിയോടാണെങ്കിലും നീ നീതിയോടെ വർത്തിക്കണം. ചൂരൽമലയെക്കുറിച്ചും മുണ്ടക്കയെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ പ്രകൃതിയോട് നീതി പാലിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രവാചക വചനങ്ങളിൽ പലതും പ്രകൃതിയോട് നമ്മൾ കാണിക്കേണ്ടുന്ന നീതിയെക്കുറിച്ചും നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ പറഞ്ഞാൽ ഒരു പ്രത്യേക മതവിശ്വാസികൾക്ക് മാത്രമല്ല, ഒരു മനുഷ്യ സമൂഹത്തിന് മുഴുവൻ നിങ്ങൾ നീതിക്ക് വേണ്ടി വർത്തമാനം പറയണം. അത് നിങ്ങളുടെ മാതാപിതാക്കൾക്കോ കുടുംബങ്ങൾക്കോ നിങ്ങളുടെ ഉറ്റവർക്കോ നിങ്ങൾക്ക് തന്നെ എതിരായിരുന്നാലും ശരി, നിങ്ങൾ നീതിക്ക് വേണ്ടി സംസാരിക്കുക എന്ന് പറഞ്ഞതിനെ പഠിപ്പിക്കുകയാണ് മഹാനായ മുഹമ്മദ് ചെയ്തത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ ഇഴയടർത്തി പരിശോധിക്കുവാൻ മാത്രമുണ്ട് പ്രവാചകൻ്റെ ജീവിതത്തിലെ നീതിയുടെ പാഠങ്ങൾ. അത് നമുക്ക് തോന്നുന്നു നിസ്സാരല്ലേ എന്ന്, പക്ഷേ ജീവിതത്തിലേക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അതെത്ര മഹത്വമാണെന്ന്. ഇപ്പോൾ ഇവിടെ ഒരാൾ ഇരിക്കുന്നതെന്ന് വിചാരിക്കാം, ഞാൻ അവളോട് നീ എഴുന്നേൽക്ക്, ഞാൻ അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ പദം ഞാൻ പ്രയോഗിച്ചാൽ പ്രവാചകൻ്റെ അധ്യാപനത്തിൽ കൃത്യമായിട്ട് പറയുന്നു, ഇരുന്ന മനുഷ്യനെ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽപ്പിച്ച് നീ അവിടെ ഇരിക്കരുത്. എത്ര ചെറുതാണത്. ഇങ്ങനെ നീതിയെക്കുറിച്ച് ധാരാളമായി സംസാരിക്കേണ്ടുന്ന ഒരു കാലം കൂടിയായതിനാൽ ഈ വർത്തമാനങ്ങൾ തീർച്ചയായും ഇവിടെ അവസാനിക്കരുത് എന്നതാണ് പറയാനുള്ളത്. അതുകൊണ്ട് നീതിയെക്കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാക്ടീസ് ചെയ്യുന്നതിനെക്കുറിച്ച്, നമ്മളുടെ മക്കളിലൂടെ ഭാവി തലമുറയിലേക്കത് വികസിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത കൂടി സമ്മാനിക്കുന്ന ഒരു സംഗമമാവട്ടെ ഇതെന്ന് പറഞ്ഞുകൊണ്ട് അവസാനമായിട്ട് ഫലസ്തീൻ മക്കളെക്കുറിച്ചുകൂടി ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇന്നേക്ക് 714 ദിവസങ്ങളായിട്ട് മണ്ണ് വാരി തിന്നുന്ന കുഞ്ഞുമക്കൾ ഫലസ്തീൻ മണ്ണിലുണ്ട് എന്ന് പറയുമ്പോഴേ, ചില മനുഷ്യർ അത് കണ്ടില്ല എന്ന് നടിക്കുമ്പോഴും അവർ കൈകതാട്ടും പ്രഖ്യാപിക്കുകയാണ് അവരോടുള്ള നീതി എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സംഗമം കൂടിയാണിത്, അല്ലേ? ഭക്ഷണത്തിന് ക്യൂ നിൽക്കുന്ന സമയത്ത് വെടിയുതിർത്ത് കൊന്നുകളയുന്നത് നീതിയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്ന് പറയുന്ന മനുഷ്യർ നമ്മൾക്ക് അത്ഭുതമാണ് ഉണ്ടാക്കുന്നത്. അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇരിക്കുന്ന കുഞ്ഞു ടെൻറ്റുകൾ പോലും കത്തിച്ച് കളഞ്ഞുകൊണ്ട് ഒരു മനുഷ്യ സമൂഹത്തെ വംശീയമായിട്ട് ഉന്മൂലനം ചെയ്യുമ്പോൾ അനീതിയാണെന്ന് പറയുവാൻ കൂടി ഈ സംഗമത്തിന് സാധിക്കണം എന്നതാണ് തീർച്ചയായിട്ടും സമാപനം എന്ന നിലയിൽ പറയുവാനുള്ളത്. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഇരുത്തം തന്നെ വലിയൊരു രാഷ്ട്രീയമാണ്, വന്നത് തന്നെ വലിയൊരു രാഷ്ട്രീയമാണ്, അത് സാഹോദര്യത്തിൻ്റെ രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെ ജമാഅത്ത് ഇസ്ലാമി വനിതാ വിഭാഗം ഈ ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാവരോടും അങ്ങേയറ്റത്തെ സന്തോഷവും സ്നേഹവും പ്രകടിപ്പിക്കുന്നു എന്നതുകൂടി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നീതിയെക്കുറിച്ചുള്ള പാഠം ഇനിയും പഠിക്കുകയും ജീവിതത്തിലേക്ക് പകർത്തുകയും ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ രക്ഷയും സമാധാനം ഉണ്ടാവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.